ഇപ്പോൾ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. മുദ്രാവാക്യങ്ങളുമായി രണ്ടാം വട്ടം ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരുൺ പൂപ്രഭ ചേരുന്നുണ്ട്. അരുൺ, ജലപീരങ്കി പ്രയോഗത്തിനൊന്നും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ ഒരു ശ്രമം, പോലീസിന്റെ ശ്രമം അത് പരാജയപ്പെടുകയാണല്ലേ? കൂടുതൽ വിവരങ്ങൾ പറയും. അസ്മിന, ഇപ്പോൾ പോലീസ് 2 തവണയായി ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ KSU പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗം KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും KSU പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് DIG ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അത് പോലീസ് തടഞ്ഞു. 2 തവണയായി ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്രവർത്തകർ പിരിഞ്ഞു പോവാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമമായിരിക്കും പോലീസ് നടത്തുക. ഈ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് പോകുമെന്ന വിവരം പോലീസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് വിന്യാസവും ഈ DIG ഓഫീസ് പരിസരത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മാർച്ചായി എത്തിയ പ്രവർത്തകർ ഇവിടെ ആദ്യം സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് KSU പ്രവർത്തകർ വീണ്ടും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വീണ്ടും 3ാം തവണയും പോലീസ് KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനിടെ ചില പ്രവർത്തകർ കയ്യിലുണ്ടായിരുന്ന ഈ കൊടി കെട്ടിയ വടികൾ ഊരിയതിനു ശേഷം പോലീസ് ഈ ബാരിക്കേഡിന് അപ്പുറത്തെ വശത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ എറിയുന്ന കാഴ്ചയും അത്തരം സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഒന്നും തല്ലിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചത് തൊട്ടു പിന്നാലെ വീണ്ടും ഇവിടെ ഈ ബാരിക്കേഡിന് മുന്നിൽ ഉണ്ടായിരുന്ന പോലീസും ഈ KSU പ്രവർത്തകരും തമ്മിൽ ഒന്നും തല്ലും ഉണ്ടാകുന്നു. KSU നേതാക്കളെ ഉൾപ്പെടെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് പ്രവർത്തകർ അതിനെ ചെറുക്കുകയാണ്. അത് വീണ്ടും ഒരു പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള കാര്യങ്ങൾ പോകുന്നു. അറസ്റ്റിന് വഴങ്ങാൻ KSU പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ബലം പ്രയോഗിച്ച് KSU നേതാക്കളെ ഉൾപ്പെടെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ്, ജില്ലാ പ്രസിഡന്റ് അതുൽ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബലം പ്രയോഗിച്ച് നീക്കുന്ന ശ്രമമാണ് പോലീസ് നടത്തുന്നത്. 3 തവണയായി ഈ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി KSU നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ DIG ഓഫീസിലേക്കും KSU ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർച്ചയുണ്ടാവുന്ന പോലീസ് കസ്റ്റഡി ഈ പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം ഇന്ന് ഈ കണ്ണൂർ DIG ഓഫീസിലേക്ക് നടന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഒരു ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നു. കസ്റ്റഡിയിലെടുത്ത് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം അത് ഈ പ്രവർത്തകർ ചെറുക്കുകയാണ്. അതിനെ തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നേതാക്കളെ ഉൾപ്പെടെ ചില നേതാക്കളെ ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. മറ്റുള്ള പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ ഇരുന്നുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയാണ്. 3 തവണയായി ജലപീരങ്കി പ്രയോഗിച്ചു. ഇവരെ ഇവിടുന്ന് നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ അതിലൊന്നും വഴങ്ങാൻ KSU പ്രവർത്തകർ തയ്യാറായില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ നേതാക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വലിയ പോലീസ് വിന്യാസം, ഇത് മാർച്ച് സംഘർഷത്തിലേക്ക് പോകും എന്നത് കണ്ടിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മുഹമ്മദ് ഷമ്മാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെല്ലാം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന പ്രസംഗം വരെ സമാധാനപരമായി മാർച്ച് മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് ഈ
അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുണ്, ഒരു ഭാഗത്ത് നിയമസഭയിൽ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ചർച്ചകൾ നടക്കുന്നിടത്താണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.